ഞാൻ തിരുമേനിയാന്ന് വിളിച്ചായിരുന്നു ബിഷപ്പിന്. ഹായ് ഗൈസ്, രേണുസുതി. നമ്മൾ കുറേ കാലമായല്ലോ ഈ ഒരു സാധനം തൊടാതെ വെച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അവരുടെ രോഗാവസ്ഥകളും മറ്റും കണക്കിലെടുത്ത് പിന്നെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നന്നാവില്ല എന്നുള്ള ഒരു ലൈനിൽ നമ്മൾ ഒഴിവാക്കിയിട്ട സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സാധനം ഇപ്പം എടുക്കേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പ് കാരനാണ്. അദ്ദേഹം ഇപ്പോൾ അടുത്ത സുധിയുടെ ആണ്ടുമായിട്ട് ബന്ധപ്പെട്ട് 5-ാം തീയതി അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥനകളും മറ്റും അതുണ്ടാക്കിയോ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒത്തിരി വീഡിയോസും കാര്യങ്ങളും റിയാക്ഷൻസും നെഗറ്റീവ് കമൻസും എല്ലാം കാണാനിടയായി. പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം ആ ഒരു വിഷയത്തിൽ പറഞ്ഞു പോകണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിതിന് മുമ്പ് അദ്ദേഹത്തിന് അവർ കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ ഒത്തിരി പേര് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യകത വന്നതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു കണ്ടന്റ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇവിടെ രേണുവിൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ട് എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഷെഫീനത്താൻ്റെ ചാനലിൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ കാണാനിടയിൽ സ്റ്റേഷനിൽ നിന്ന് അവർക്ക് അതിൻ്റെതായ രേഖകളും മറ്റും കിട്ടിയിട്ട് ഇവർക്ക് എന്തോ 4th സ്റ്റേജ് ആണോ, അത് ലങ്സിലേക്ക് പടരുന്നുണ്ടെന്നോ, അപ്പോൾ ക്യാൻസർ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ്. ഇവർ മറ്റുള്ളവരുടെ ആൾക്കാരുടെ അടുത്ത് നോ എന്ന് പറയുന്ന അവരുടെ വർക്കും അവരുടെ ജോലിയും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സൊക്കെ ഏതെങ്കിലും രീതിയിൽ വഴിമുട്ടി പോകാമെന്നുള്ള ഭയം കൊണ്ടായിരുന്നിരിക്കാം. അല്ലാത്ത പക്ഷം അവർക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്നുള്ളത് പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ വരെ സമ്മതിച്ച് ഇവർ റിപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ വരെ അത് അഗ്രി ചെയ്തിട്ട് അവർക്കെതിരെയുള്ള ആ ഒരു റിയാക്ഷൻസിന്റെ തോതും കാര്യങ്ങളും കുറയ്ക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും കാര്യങ്ങളൊക്കെ ഷെഫിൻ താന്റെ ചാനലിൽ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ രോഗാവസ്ഥ ഉള്ള വിഷയം തന്നെയാണ് ഇന്ന് ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇനി അച്ഛന്റെ വിഷയത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന നടത്തിയതും അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ആ സുധിയുടെ കല്ലറയിൽ പോയി നിന്നിട്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചതൊന്നും തെറ്റായിട്ട് ഞാൻ കരുതുന്നില്ല. വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, അവരിങ്ങനെ ഒരു രോഗാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് ആത്മീയപരമായിട്ടും പ്രാർത്ഥനാപരമായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. അച്ഛന് വഴിയാണ് ആ ഒരു വീട് പ്രോപ്പർട്ടി കിട്ടിയിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തെറ്റ് ചെയ്തിട്ടുണ്ട്, മാപ്പ് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിശാല മനസ്കതയാണ്. അതിൽ അച്ഛൻ എത്ര അച്ഛനാണ് അച്ഛ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഫാദറിന്റെ അച്ഛന് വരെ ആൾക്കാർ എണ്ണം പറഞ്ഞു തുടങ്ങി. കാരണം ഇത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളോട് തന്നെ ഒരു പാപം ചെയ്ത ഒരു വ്യക്തി നിങ്ങളോട് വന്ന് മാപ്പ് അപേക്ഷിക്കുകയോ അല്ലെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ അവർ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പോകേണ്ട ഒരു ഉത്തരവാദിത്വം, ഒരു ധാർമ്മിക ഉത്തരവാദിത്തല്ലേ, അത് നിങ്ങൾ ചെയ്യത്തില്ലേ? അത് തന്നെ അച്ഛനും ചെയ്തുള്ളൂ. അവർ ഒരു രോഗത്തിന് അടിമയാണ്. അവർക്ക് അങ്ങനെ ഒരു രോഗമുണ്ട്. അവർക്കത് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ അവരുടെ മുമ്പിലുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ രോഗിയായിട്ടുള്ള ഒരു സ്ത്രീനെ ഇനി എന്തിനും അച്ഛൻ അകറ്റി നിർത്തണം, ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണ്. അയാളൊരു വൈദികനാണ്. ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി തന്നെ പരിഹസിച്ചു കഴിഞ്ഞാലും ഏതൊരവസ്ഥയിൽ അയാൾ നിൽക്കുകയാണെങ്കിലും സഹായിക്കുക, അവർക്ക് ഒരു ആത്മീയപരമായിട്ടുള്ള സപ്പോർട്ട്, മെന്റലിയുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ അച്ഛന്മാര് ഇതേമാതിരിയുള്ള ആൾക്കാർ ചെയ്യുന്നു. ഇപ്പം ജുമാ മസ്ജിദിലൊക്കെ ആണെങ്കിൽ തൊപ്പി വെച്ചാൽ നമുക്ക് അവരുടെ പേരറിയില്ല, ഉസ്താദുമാരാന്ന് തോന്നുന്നുണ്ട് അവര്. പിന്നെ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ പൂജാരിമാര്, പള്ളിയിലാണെങ്കിൽ വൈദികര്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. അവർക്ക് വയ്യ, അവർ മെന്റലി ഓക്കെ അല്ല, അവർ മാനസികമായി തളരാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിയുമ്പോൾ അവർക്ക് വേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യും, അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കും, അവരോട് പൊറുക്കാൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ അവർക്കത് പുറത്തു കൊടുക്കും. അതൊക്കെ തന്നെ അയാളും ചെയ്തിട്ടുള്ളൂ. അതിന് ഇത്രമാത്രം വിമർശിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ രേണുവിന്റെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഞാൻ തിരുമേനിയാന്ന് വിളിച്ചായിരുന്നു ബിഷപ്പിന്. സന്തോഷത്തോടെ വന്ന് പ്രാർത്ഥിച്ചു നടന്നുപോയി. ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹവും ഒക്കെ ആയി. പ്രാർത്ഥന എത്ര ഉള്ളു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അനാഥ മന്ദിരം വരെ കുഞ്ഞുങ്ങളെ കാണാൻ അവരെ കാണാൻ പോകുന്നു. സുധിയുടെ ഈ ഓർമ്മദിനം പ്രമാണിച്ച് ഞങ്ങൾ ചെയ്യുന്നു. പറഞ്ഞു തരണം തന്നെ അല്ലെങ്കിൽ സന്തോഷത്തോടെ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം പറഞ്ഞ് പോയി. ഞങ്ങൾക്ക് അത് അനുഗ്രഹവും അപ്പൊ ഇതിൽ വ്യക്തമായിട്ട് അച്ഛനായിട്ടുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റി, അയാൾ ആ കുടുംബത്തിനോട് ക്ഷമിച്ചു, ആ കുടുംബം ആ അച്ഛനോട് പഴയതുപോലെ നല്ല മര്യാദയ്ക്ക് സഹകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അത് ആ ലൈനിൽ പോട്ടെ എന്നാണ്. നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത്. വഷളാക്കുന്ന അത്ര നല്ലതല്ലല്ലോ. ഇത്രയും കാലം അത് സോഷ്യൽ മീഡിയ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്തത് വഷളായി. നമ്മൾ വിമർശിക്കേണ്ട ആൾക്കാരുടെ വിമർശിച്ചു, സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്തു. അപ്പം ഇതൊരു കോംപ്രമൈസിൽ എത്തിയെന്നുണ്ടെങ്കിൽ നമ്മളതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്. അപ്പം നമ്മളത് സന്തോഷിച്ച ആ ഒരു വിഷയം അവിടെ വിടുകയാണ്. ഇതിൽ ഒത്തിരി പേര് നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു. ആ കമന്റ്സ് ഒന്ന് എടുത്തു വെച്ച് വായിക്കാം. അച്ഛൻ ആദ്യം എന്തൊക്കെയാ പറഞ്ഞതിപ്പം മാറിയോ? മാറാനുള്ള കാരണം അറിയാലോ, അവരുടെ രോഗാവസ്ഥ. പിന്നെ സുധിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. മരിച്ചുപോയ ഒരാളോട് നമ്മൾ വ്യക്തിപരമായും കൊണ്ടുനടക്കുന്ന അത്ര ശരിയായ കാര്യമില്ല.
കഴിഞ്ഞ വർഷവും അച്ഛൻ തന്നെയാണ് ഇവർക്ക് വേണ്ട ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷം അത് അച്ഛൻ തന്നെ ചെയ്തു. അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. അച്ഛന് വേണ്ടി ഘോരം പ്രസംഗം നടത്തിയത് നമ്മളാരായി? ഞാനും അച്ഛന് വേണ്ടി ഘോരം പ്രസംഗിച്ചൊരു വ്യക്തിയാണ്. ഞാൻ പ്രത്യേകിച്ച് ആരും ആയില്ല. ഒരു പ്രശ്നം, രണ്ടുപേരുടെ ഇടയിൽ ഒരു പ്രശ്നം തീർന്നു, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ തയ്യാറാവാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ നമ്മുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിലും നല്ലൊരു കാര്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഫാദർ യു ഇൻ എ ഡിഫറെന്റ് അവതാർ. അച്ഛന് എത്ര അച്ഛനാണ് അച്ഛ? അച്ഛന്റെ എണ്ണൊക്കെ ചോദിക്കാൻ മാത്രം ആൾക്കാർ വളർന്നിരിക്കുന്നു. അച്ഛൻ രേണുവിന്റെ വീട്ടിൽ പോയി പ്രാർത്ഥന നടത്തിയതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇവർ ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഒരു കാലത്ത് ഇവരെ ഒത്തിരി പേര് നെഗറ്റീവ് പറയുന്നതായിരുന്നു കുറേ പേരുടെ വിഷയം. ഇപ്പോൾ അവരെ ഒഴിവാക്കി വിട്ടപ്പോൾ അതായി ആൾക്കാരുടെ വിഷയം. ഇപ്പോൾ അവരെ കുറിച്ച് ചെയ്യുന്നില്ലേ, അവരെ കുറിച്ച് സംസാരിക്കുന്നില്ലേ, അവരൊന്നും പറയണ്ടേ? ഇതൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം. ഇവർക്ക് ചേർന്ന ബിഷപ്പ് ആദ്യം ഇങ്ങനെ വേണം അവിടുന്ന് ഓടിക്കാൻ. എല്ലാം കൂട്ടത്തോടെ ഉടായിപ്പാണ്. ഇനി അടുത്ത വീഡിയോ ഇട് അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുകൊണ്ട്. അവള് പറഞ്ഞ കാര്യം പറഞ്ഞു എന്ന് പറയാണ്ട് പിന്നെ എങ്ങനെയാണ് സഹോദര വീഡിയോ ഇടുന്നത്? അവരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യും. അവരോട് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ഷമിച്ചു കൊടുക്കാമല്ലോ. ഇപ്പം അവർ നമ്മൾ എന്തോരം വിമർശിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ നമ്മൾ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തം, നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി. ആ ഒരു സാധനം മറ്റൊരു രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് അവർ രണ്ടുപേരുടെ ഇടയിൽ പ്രശ്നങ്ങൾ കോംപ്രമൈസ് ആയി അവർ നന്നായി എന്നുണ്ടെങ്കിൽ അങ്ങനെ നന്നാവട്ടെ. അതിൽ ഒത്തിരി യൂട്യൂബേഴ്സിൻ്റെ കഠിനാധ്വാനം ഉണ്ട് അവിടെ. അച്ഛനെ സപ്പോർട്ട് ചെയ്തു, രേണുവിനെ വിമർശിച്ചു, അവർ തെറ്റ് മനസ്സിലാക്കി അവർ കോംപ്രമൈസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അച്ഛന് മനസ്സിൽ വിഷമമൊക്കെ ഉണ്ടാവും. മനുഷ്യൻ എന്ന രീതിയിൽ ഒത്തിരി വിഷമവും കാര്യങ്ങളും ഉണ്ടാവും, മുൻപ് നടന്നുപോയ കാര്യങ്ങളെല്ലാം. പക്ഷേ ആസ് എ വൈദികൻ, ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷൻ എന്ന നിലയിൽ ഇപ്പോൾ അവർ ഒരു മാപ്പറിയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, സപ്പോർട്ട് വേണ്ട ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അയാളുടെ കടമയാണ് ചെയ്യുന്നത്. ആ കടമയിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനെ വൈദികൻ എന്ന് വിളിക്കാൻ പറ്റുമോ? കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ അവരവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ ചെയ്തിട്ട് പോട്ടെ. നമുക്ക് നമ്മുടെ വിമർശനങ്ങൾ ശരിയായ രീതിയിൽ മാത്രം അറിയിക്കാം. ഈ ഒരു കാര്യത്തിൽ സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് സംസാരിച്ചത്. ഇതിൽ കൂടുതലായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. രേണു പഴയ പോലെ അവരുടെ വീഡിയോസ്, റീൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മളാരും അങ്ങോട്ട് മെക്കിട്ട് കയറാൻ ചെല്ലാത്തതുകൊണ്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ നെഞ്ഞത്തോട്ടാണ് കയറുന്നത്. അപ്പോൾ അവരുടെ നെഞ്ഞത്തോട്ട് തന്നെ കയറിക്കോട്ടെ. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.